ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ക്യാപ്പിച്ചിനോയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ കോഫി മെഷീൻ അതുപോലെ ബീറ്റർ ഒന്നും ഇല്ലാണ്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു കോഫിയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം മതി നമുക്ക് ഈ ക്യാപ്പിച്ചിനോ റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോഫിയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കോഫി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് കോഫി പൗഡറാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നെസ്കഫേയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. സാധാരണ കോഫി പൗഡർ എടുക്കരുത് കേട്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൊടി തന്നെ നിങ്ങൾ എടുക്കണം. അത് 1 ടേബിൾ സ്പൂൺ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ടേബിൾ സ്പൂൺ തന്നെ കറക്റ്റായിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് പഞ്ചസാരയൊന്നും മെൽറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ബോട്ടിൽ, നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ സാധാരണ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ അടക്കുക കേട്ടോ. നമ്മളിങ്ങനെ കുലുക്കി എടുക്കുന്ന സമയത്ത് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലപ്പോൾ ടൈറ്റ് ആക്കാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുപ്പ് തെറിച്ചു കേട്ടോ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി നന്നായിട്ട് നമ്മളിതൊന്ന് കുലുക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റ് എന്തായാലും നമ്മൾ കുലുക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് പതിഞ്ഞ് വരുള്ളൂ. ഇനി ഒരുപാട് ഇതാവുണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കുലുക്കിയാൽ തന്നെ ശരിയാവും. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് പതിഞ്ഞ് വരികയാണ് കേട്ടോ നമ്മളിങ്ങനെ കുലുക്കുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കുലുക്കിയെടുക്കുക. നന്നായിട്ട് കളർ ചേഞ്ചായി നന്നായിട്ട് പതിഞ്ഞ് വരുന്ന സമയം വരെ നമ്മൾ കുലുക്കിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സമയം കുലുക്കിയെടുത്തിട്ടുണ്ട്. അത് മുഴുവനൊന്നും വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് പതിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾ ബീറ്റർ കൊണ്ട് അടിച്ചെടുത്ത അതേ ഒരു ഇതിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കൈ കൊണ്ട് കുലുക്കിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ മാറി ഒരു വൈറ്റ് കളർ, ഒരു ക്രീമി കളർ വന്നില്ലേ, നമ്മുടെ കോഫിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ചായിട്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അത് ശരിക്കും വലിയൊരു കപ്പാണെങ്കിൽ 1 കപ്പിൻ്റെ ആ ഒരു അളവാണ് കേട്ടോ. ശരിക്കും നല്ല ഡാർക്ക്, എന്താ പറയുക, നല്ല അതിൻ്റെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ ഒരു ക്യാപ്പിച്ചിനോ ഒക്കെ ഉണ്ടാവേണ്ടത്. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ്സിലേക്കായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നന്നായിട്ട് നല്ല കോഫിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കപ്പിലാക്കിയിട്ട് നിങ്ങൾക്കിത് കുടിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് നമ്മൾ ആ ഒരു കോഫിൻ്റെ ആ ഒരു ക്രീം ഒഴിച്ചിട്ട് നല്ല ചൂട് പാലാണ്, തിളപ്പിച്ച പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാലിൽ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള മധുരം മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ക്രീമിലുള്ള ആ ഒരു മധുരം മാത്രം മതിയാവും. പക്ഷേ ഞാനിത് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യായതുകൊണ്ട് പാലിൽ കുറച്ചുകൂടെ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോഫിയും പാലും കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ക്രീം അതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കോഫി അങ്ങനെ കുടിക്കാം. അപ്പോൾ നല്ല റിച്ച് ടേസ്റ്റ് തന്നെ ഇക്കാരം. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 ഗ്ലാസ്സിലേക്കാക്കിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ക്രീമും കൂടെ ഞാൻ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ ആ ഒരു കോഫിൻ്റെ ടേസ്റ്റും കൂടും, പക്ഷെ കാണാനും തന്നെ ഒരു ക്രീമി ആയിട്ട് ആ മുകൾ ഭാഗം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ എല്ലാവരുടെ അടുത്തുള്ള, നമ്മൾ വലിച്ചെറിയുന്നൊരു സാധനമാണ് ബോട്ടിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ബീറ്റർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കാതിരിക്കരുത്. അപ്പോൾ ഈ ഒരു അളവൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യട്ടോ. കറക്റ്റ് അളവായിരിക്കണം, എന്നാലേ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫോമായിട്ട് വരുള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു കോഫിയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് സാധാരണ ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കുന്നേക്കാളും ബെസ്റ്റാണ് ഇങ്ങനത്തെ ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. ഇത് കുടിക്കുന്ന സമയത്താണെങ്കിലും വായിൽ നല്ലൊരു പതിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.